ഒരു പ്ലെയറെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. DTSനെക്കാട്ടിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാനും പറ്റും. നല്ല സൗണ്ട് എഫക്റ്റും കിട്ടും. അതുപോലെ നിങ്ങൾ ഏത് പാട്ടായാലും അതുപോലെ വീഡിയോ ആയാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ അതിന്റെ മുന്നേ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു സെറ്റിംഗ് ഞാൻ തരുന്ന വീഡിയോന്റെ കൂടെ ഇതിന്റെ ലിങ്ക് ഞാൻ വിടുന്നുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു സെറ്റിംഗ് മാറ്റി വെച്ചതിന്റെ ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ആയി കിട്ടുകയുള്ളൂ. ഞാൻ ആദ്യം എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഫേസ്ബുക്കിൽ ചെറിയൊരു മാറ്റം എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ആദ്യം ഞാൻ കാണിക്കാം. നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ലോഗൌട്ടും സൈനിങ് ചെയ്യുന്ന ആ 3 വരയിൽ ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം കുറച്ച് താഴോട്ട് വരിക. വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പ് സെറ്റിംഗ്, ലാംഗ്വേജ്, ന്യൂ അക്കൗണ്ട്, കോഡ്, ഹെൽപ്പ്, ആക്ടിവേറ്റ്, ലോഗിൻ, പ്രൈവസി, ടീം, റിപ്പോർട്ട്സ് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ മുകളിലുള്ള ഫസ്റ്റുള്ള ആപ്പ് സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് പല സെറ്റുകളിലും പല മാറ്റങ്ങളായിരിക്കും. അതിപ്പോൾ എന്റെ മൊബൈലിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. മുകളിൽ നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ, അടിയിൽ നിങ്ങൾക്ക് സൗണ്ട് എന്ന് കാണിക്കും, കണ്ടിന്യൂസ് എന്ന് 3ാമത് കാണിക്കും, 4ാമത് നിങ്ങൾ കാണുന്നുണ്ടാവും ലൈക്സ് ഓപ്പൺ എന്നുള്ളതിന്റെ ഈ ഓഫിലായിരിക്കും ഇത് കിടക്കുന്നത്. അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലിങ്കിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. മറക്കരുത്, എല്ലാവരും ഈ സെറ്റിംഗ് മാറ്റിയതിന്റെ ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ പ്ലെയറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് DTSനെക്കാട്ടിയും കൂടുതൽ വീഡിയോസിന്റെ എഫക്റ്റും അതുപോലെ അതിന്റെ സൗണ്ടും എല്ലാം ഇതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. എല്ലാം നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്കറിയാം. കമ്പനി തരുന്ന ഹെഡ്സെറ്റ് മാത്രം ഉപയോഗിക്കുക. അപ്പോഴാണ് ഇതിന്റെ ശരിക്കുമുള്ള എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, ഞാനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത നമ്മുടെ ഏതിലായിരിക്കും നമ്മുടെ ഗാലറിയിൽ എവിടെയൊക്കെ വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടാവും എല്ലാം കാണാൻ പറ്റും. നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്താം. ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ എഫക്റ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം ഓളിയത്തിന്റെ ഒരു സ്റ്റാർ മാർക്ക്, ഒരു 3 ലൈന്, ഒരു ടൈം ക്ലോക്കിന്റെ ഒരു ഇത് കാണാൻ പറ്റും. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഏറ്റവും മുകളിൽ ഓഫ് എന്ന് നിങ്ങൾക്ക് കാണും. അത് ഓണിലേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഈ ഫസ്റ്റുള്ള ലൈന് ഒന്ന് ഫുള്ളായിട്ട് കൊടുക്കുക. 2ാമത്തെ ലൈനും ഫുള്ളായിട്ട് കൊടുക്കുക. 3ാമത്തെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റുള്ള ഈ ലൈനും ഒന്ന് ഫുള്ളായിട്ട് കൊടുക്കുന്നെങ്കിൽ ഒന്ന് നോർമൽ കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതിന്റെ സൗണ്ട് മാറ്റം എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ അതിൽ തന്നെ ഓളിയെ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ തന്നെ സൗണ്ട് എഫക്റ്റ് കേൾക്കാം. ഓവർ സൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അലർച്ച വരും. അത് ഏകദേശം ഒരു പകുതിയോളം കൊടുത്തിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ട്. ഇതിന്റെ താഴെയായിട്ടും മുകളിലായിട്ടും വോളിയം ലൈറ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിലേക്ക് ഒരു ചെറിയൊരു ടിക്ക് കൊടുത്താൽ മാത്രം മതി. അത് വീണ്ടും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇത് DTSനെക്കാട്ടി എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പരമാവധി ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്കും ഷെയറും നിർബന്ധമാണ്. അത് ഇനിയും കൂടുതൽ മൊബൈൽ ടിപ്സ് അതുപോലെ കമ്പ്യൂട്ടർ ടിപ്സ് ആവശ്യമുള്ളവർ എന്റെ പ്രൊഫൈലിൽ പോയിട്ട്